എല്ലാവരും ചോദിക്കുന്നത് കുവൈത്തിൽ എന്താണ് പുതിയ നിയമം. അപ്പോൾ പുതിയ നിയമം 7 സംഗതികളാണ് പുതിയതായിട്ട് അമീർ അംഗീകാരം നൽകിയത്. അത് നിലവിൽ വന്നിട്ടില്ല, പക്ഷേ അമീർ അംഗീകാരം നൽകിയിട്ടേ ഉള്ളൂ. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തത് സന്ദർശക വിസയുടെ കാലാവധി 3 മാസമായിരിക്കും. അതിൻ്റെ മുന്നേ 3 മാസം ഉണ്ടായിരുന്നു. അതിപ്പോൾ ഇനി ഈ ഒരു അംഗീകാരം നൽകി അതിൽ സർക്കുലർ വന്നു കഴിഞ്ഞാൽ 3 മാസമായിരിക്കും ഇനി മുതൽ വിസിറ്റ് വിസ. ഇപ്പോൾ 1 മാസമാണ്, ഇനി അത് 3 മാസത്തേക്ക് എക്സ്റ്റൻഷൻ കിട്ടും എന്നാണ് ഒന്നാമത്തെ നിയമം. രണ്ടാമത്തെ നിയമം, വിദേശികൾക്ക് ഒരു കുട്ടി ജനിച്ചാൽ പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട മന്ത്രാലയങ്ങളിൽ നിന്ന് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കണം. അല്ലാത്ത പക്ഷം 4 മാസത്തിനകം തന്നെ ഇവിടുന്ന് എന്ത് ചെയ്യണം, നാട് വിടണം. പിന്നെ മൂന്നാമത്തത്, ഗാർഹിക വിസയിൽ ജോലി ചെയ്യുന്നവർ അഥവാ വെക്കേഷന് പോവുകയാണെങ്കിൽ 4 മാസം മാത്രമേ ലീവ് അനുവദിക്കുകയുള്ളൂ. നമുക്ക് 6 മാസമായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്, അതിനി 4 മാസമേ ഉണ്ടാവുള്ളൂ. 4 മാസത്തിൽ കൂടുതൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ പ്രത്യേക പെർമിഷൻ വാങ്ങണം. അടുത്തത്, വിദേശികളുടെ താമസരേഖ കാലാവധി പരമാവധി 5 വർഷമായിരിക്കും. നമുക്കിപ്പോൾ 2 വർഷമൊക്കെ നമുക്ക് വിസ അടിക്കാൻ പറ്റും. അതിനി നീട്ടിയിട്ട് 5 വർഷം വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിസ അടിക്കാൻ പറ്റും. പിന്നെ ഇൻവെസ്റ്റേഴ്സിൻ്റെ വിസ 10 വർഷം വരെയും കിട്ടും. അടുത്തത്, ഗാർഹിക തൊഴിലാളി ജോലിയിൽ നിന്നും വിരമിച്ച് 2 ആഴ്ചക്കകം സ്പോൺസർ ആഭ്യന്തര മന്ത്രാലയത്തിന് വിവരം നൽകണം. പിന്നെ അടുത്തത്, വിസക്കച്ചവടം നടത്തുന്നവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണം എന്നാണ് അമീർ അംഗീകരിച്ച ഈ ഒരു സർക്കുലറിൽ പറയുന്നത്. പിന്നെ അടുത്തത്, താമസരേഖ കാലാവധി കഴിഞ്ഞവരെയോ സ്വന്തം സ്പോൺസർഷിപ്പിൽ അല്ലാത്തവരെയോ ജോലിയിൽ നിയമിച്ചാൽ കർശനമായ നടപടിയായിരിക്കും, അവർക്ക് കർശനമായ ശിക്ഷയും കിട്ടും. അതുകൊണ്ട് ആരും തന്നെ വിസ കഴിഞ്ഞവരെയോ അല്ലാത്തവരെയോ എന്ത് ചെയ്യണ്ട, സപ്പോർട്ട് ചെയ്ത് എന്നാൽ പാവല്ലേ എന്നൊക്കെ കരുതി സപ്പോർട്ട് ചെയ്തിട്ട് എന്താക്കണ്ട, നമ്മൾ ജോലിയിൽ നിർത്തേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് തന്നെ 8ൻ്റെ പണി കിട്ടും. പിന്നെ അടുത്തത്, താമസരേഖ കഴിഞ്ഞവർക്ക് താമസ സൗകര്യം നൽകുന്നവർക്കും കഠിനമായ ശിക്ഷയാണ് ഉണ്ടാവുക. അതുകൊണ്ട് അതും കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുക. പിന്നുള്ളത്, ജോലിയോ മറ്റ് വരുമാന മാർഗങ്ങളോ ഇല്ലാത്തവരെ സാധുവായ താമസരേഖ ഉണ്ടെങ്കിൽ പോലും നാട് കടത്തും. ഓക്കെ, അതൊരു വലിയൊരു പോയിൻ്റാണ്. കാരണം വെച്ചാൽ നമ്മൾ പട്ടിണിയും കിടന്ന് ഇവിടെ ഇങ്ങനെ കൂടേണ്ടില്ല. നിങ്ങൾ പട്ടിണിയും കിടന്ന് ഇവിടെ കൂടുകയാണെങ്കിൽ നിങ്ങളെ നാട് കടത്തും എന്നാണ് ഗവൺമെൻറ് നിങ്ങളോട് കൃത്യമായിട്ട് പറയുന്നത്. പിന്നെ നാട് കടത്തലിന് വിധേയമാകുന്നവരുടെ മുഴുവൻ ചെലവുകളും സ്പോൺസർ വഹിക്കണം. എന്തെങ്കിലും ഇഷ്യൂവിൽ നാട് കടത്തുകയാണെങ്കിൽ അതിൻ്റെ എല്ലാ ചെലവും അവൻ്റെ അവളുടെ സ്പോൺസറായിരിക്കണം വഹിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് ഈ ഒരു പുതിയ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇതിൽ നമുക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്ത എന്താണെന്ന് പറഞ്ഞാൽ, വിസിറ്റ് വിസ 3 മാസം ആക്കും എന്നുള്ളതാണ്. അത് ആക്കിയാൽ അടിപൊളി, എല്ലാവരും സന്തോഷമായിരിക്കും, എല്ലാവർക്കും നല്ല സെറ്റപ്പായിരിക്കും, എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് നിൽക്കും. പക്ഷെ അതിൻ്റെ സർക്കുലർ വരണം കേട്ടോ. സർക്കുലർ വന്നാലാണ് ഇതൊക്കെ പ്രാബല്യത്തിലാവുക. പിന്നെ ഇത് ഇന്ന് നവംബർ 28 ഇന്നാണ് പരിഷ്കരിച്ച താമസരേഖക്ക് അനുമതി കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് സർക്കുലറായിട്ട് വന്നു കഴിഞ്ഞാൽ ഇത് നിലവിൽ വരും. അപ്പോൾ എല്ലാവർക്കും പ്രയോജനപ്പെടും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അതുപോലെ ഗാർഹിക തൊഴിലാളികൾക്ക് 4 മാസം മാത്രമേ കിട്ടൂ എന്നുള്ളതും ഒരു പ്രയാസമാണ്. അധികം ആൾക്കാരും പിന്നെ 4 മാസം തന്നെയാണ് പോക്ക്. അതിൽ കൂടുതൽ പോകണമെന്നുണ്ടെങ്കിൽ പ്രത്യേക പെർമിഷനോട് കൂടിയിട്ട് പോകാനും പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പുതിയ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളോട് പറയാനുള്ളത്. താങ്ക് യു.